നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് MCA പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷനെ കുറിച്ചാണ്. 2025 വർഷത്തിലേക്ക് തുടങ്ങുന്ന MCA പ്രോഗ്രാം, അതായത് ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ട് അവൈറ്റ് ചെയ്തിരിക്കുന്നവരെ സംബന്ധിച്ച് ഒരു PG ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ എടുക്കുന്നവർ, കേരളത്തിലെ ഒരു കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ MCA പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കാൻ ഏതൊക്കെ എലിജിബിലിറ്റി ഉള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം, എന്തൊക്കെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യണം, എങ്ങനെയാണ് എൻട്രൻസ് ഉണ്ടോ, അതെങ്ങനെയാണ്, ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ പറയും. ശ്രദ്ധയോടെ ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് MCA അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഈ കോഴ്സിന് വലിയ പ്രാധാന്യങ്ങളുണ്ട്. ഒന്നാമത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരുടെയും ഒരു തെറ്റിദ്ധാരണ ഇത് ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് മാത്രമേ അഡ്മിഷൻ എടുക്കാൻ പറ്റൂ എന്നൊരു ധാരണയുണ്ട്. അത് തെറ്റാണ്. അതായത് ഡിഗ്രിക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ പഠിക്കാത്തവർക്കും MCA പഠിക്കാം, PG ആയിട്ട് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാം. അതേസമയം കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡിഗ്രിക്ക് BCA പഠിച്ചവർ, അല്ലെ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർ, അല്ലെങ്കിൽ BSc IT പോലെയുള്ള കമ്പ്യൂട്ടർ അനുബന്ധ കോഴ്സുകൾ പഠിച്ചവരാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിലും നിങ്ങൾ ഡിഗ്രിക്ക് മറ്റേത് കോഴ്സ് പഠിച്ചവരാണ് എങ്കിലും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഉദാഹരണത്തിന് നിങ്ങൾ BCom പഠിച്ച ആളാണെങ്കിലും, നിങ്ങൾ BSc മാത്തമാറ്റിക്സോ ഫിസിക്സോ കെമിസ്ട്രിയോ പഠിച്ച ആളാണെങ്കിലും, ഇനി അതും പോട്ടെ, നിങ്ങൾ BA മലയാളമോ BA ഇംഗ്ലീഷോ പഠിച്ച ആളാണെങ്കിൽ പോലും നിങ്ങൾക്ക് PG ലെവലിൽ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പ്രോഗ്രാം, അതായത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഇതിനുള്ള ഒരു നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും കമ്പ്യൂട്ടർ സയൻസിലൊക്കെ നല്ല താല്പര്യമുണ്ട്, പ്രോഗ്രാമിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ ഡിഗ്രി ലെവലിൽ ഒരു എന്താ പറയുക, ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം അല്ല നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ, കമ്പ്യൂട്ടർ മേഖലയിലേക്കൊന്ന് ചേക്കേറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുകൂടെ ഉണ്ട് എങ്കിൽ, നിങ്ങൾക്ക് നല്ല ഒരു അവസരമാണ് ഈ MCA പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെടാം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് നമുക്കൊന്ന് കേട്ട് മനസ്സിലാക്കാം. മുൻകാലങ്ങളിൽ 3 വർഷ പ്രോഗ്രാമായിരുന്നു MCA, അതായത് 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞുള്ള 3 വർഷത്തെ PG ആയിരുന്നു. ഇപ്പോൾ അത് 2 വർഷമാണ്. 2 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 4 സെമസ്റ്റർ കൊണ്ട് നമുക്ക് MCA മുഴുവനായി തീർക്കാൻ പറ്റും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ ഏതാണ്ട് 55 കോളേജുകളുണ്ട് AICTEയുടെ അംഗീകാരത്തോടെ, ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ അംഗീകാരത്തോടു കൂടി പ്രവർത്തിക്കുന്ന MCA പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന 55 കോളേജുകളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കെല്ലാമുള്ള അഡ്മിഷൻ കോമൺ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ടെസ്റ്റ് എഴുതണം എന്നൊരു മാർഗ്ഗനിർദ്ദേശം ഏതായാലും AICTEയുടെ ഭാഗത്തു നിന്നുണ്ട്. അതായത് LBS സെൻറ്റർ, ലാൽ ബഹദൂർ ശാസ്ത്രി സെൻറ്റർ കണ്ടക്ട് ചെയ്യുന്ന ഒരു MCA എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ആ ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം എന്നുള്ള ഒരു നിഷ്കർഷ ഉണ്ട്. ഗവൺമെൻറ് സീറ്റുകളിലേക്ക് നമുക്ക് ആ ടെസ്റ്റിൻ്റെ, LBSൻ്റെ എൻട്രൻസ് ടെസ്റ്റിലെ ടോപ്പ് റാങ്കുകളിലുള്ളവർക്ക് ഗവൺമെൻറ് ഫീസുള്ള ഗവൺമെൻറ് സീറ്റുകളിലേക്ക്, ഗവൺമെൻറ് കോളേജുകളിലേക്കും അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ഗവൺമെൻറ് സീറ്റിലേക്കും ഒക്കെയുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാം. അതല്ലാത്തവർക്ക് അതത് കോളേജുകളിൽ നിഷ്കർഷിച്ചിട്ടുള്ള മാനദണ്ഡം അനുസരിച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനും സാധിക്കും. എന്തായിരുന്നാലും നിങ്ങൾ LBS സെൻറ്ററിൻ്റെ ഈ പരീക്ഷ എഴുതുക എന്നുള്ളത് ഒരു മസ്റ്റാണ്. അത് നിങ്ങൾ എഴുതിയിരിക്കണം എന്നുള്ളത് ഞാൻ ഈ അവസരത്തിലങ്ങ് പറയുകയാണ്. അപ്പോൾ ഇതിന് 3 സെൻറ്ററുകളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊച്ചിയിലുണ്ട്, കോഴിക്കോടുണ്ട്. കേരളത്തിൽ 3 സെൻറ്ററുകളുണ്ട്. അവിടെ നിങ്ങൾക്ക് ഈ എൻട്രൻസിന് ടെസ്റ്റ് എഴുതാനായിട്ട് സാധിക്കും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത് മിനിമം 50% മാർക്കോട് കൂടിയുള്ള ഡിഗ്രിയാണ്. അതായത് BTech ആകാം, BSc ആകാം, ഏതെങ്കിലും BSc പ്രോഗ്രാംസ് ആകാം, അല്ലെങ്കിൽ BCom ആകാം, BA ആകാം, ഇനി BVOC ബാച്ചലർ ഓഫ് വൊക്കേഷൻ എന്നുള്ള പ്രോഗ്രാം ഉണ്ട്, അതാകാം, അല്ലെങ്കിൽ BCA BSc കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമും ആകാം. ഇതിൽ കമ്പ്യൂട്ടർ ആയിട്ട് ബന്ധമില്ലാത്ത പ്രോഗ്രാം പഠിക്കുന്നവരാണെങ്കിലും ഇതിനു വേണ്ടി അഡ്മിഷൻ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഒരു കാര്യം അവർ പറയുന്നുള്ളത്, +2 ലെവലിൽ നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അഭികാമ്യം എന്നവർ പറയുന്നുണ്ട്. ഇനി +2 നിങ്ങൾ മാത്സ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്കൊരു ബ്രിഡ്ജ് കോഴ്സ്, അല്ലെങ്കിൽ ഈ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ കോഴ്സ് നിങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനിയും എൻട്രൻസ് എക്സാമിനെ കുറിച്ച് പറഞ്ഞാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ LBS നടത്തുന്ന ഒരു എൻട്രൻസ് ടെസ്റ്റാണ്.
കേരളത്തിലെ 3 സെൻറ്റേഴ്സാണുള്ളത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോടാണുള്ളത്. ഒരു 2 മണിക്കൂർ പ്രവേശന പരീക്ഷയാണ് LBS നടത്തുന്നത്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ പുറകെ അറിയിക്കുകയേ ഉള്ളൂ. ഏതായാലും നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള സമയമാണ്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റും ഒക്കെ ഞാൻ പറയാം. കമ്പ്യൂട്ടർ സയൻസിന് 50 ചോദ്യങ്ങളായിരിക്കും അതിലുള്ളത്. അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് 25 ചോദ്യങ്ങളുണ്ടാവും. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലോജിക്കൽ എബിലിറ്റി എല്ലാം കൂടി 25 ചോദ്യങ്ങളുണ്ടാവും. ഇംഗ്ലീഷ് കേപ്പബിലിറ്റിയുടെ ഒരു 15 ചോദ്യങ്ങളുണ്ടാവും. കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട ഒരു 5 ചോദ്യങ്ങളുണ്ടാവും. ഇങ്ങനെ ഒരു 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ പരീക്ഷയായിരിക്കും. അത് 120 മിനിറ്റുമായിരിക്കും ഉള്ളത്. അപ്പോൾ 120 ചോദ്യങ്ങൾ 120 മിനിറ്റ് എന്നുള്ള ഒരു സിസ്റ്റമാണ്. ഇതിൽ നെഗറ്റീവ് മാർക്സ് ഇല്ല കേട്ടോ. അതായത് നിങ്ങൾക്ക് തെറ്റുത്തരങ്ങൾക്ക് മാർക്ക് കുറയ്ക്കുന്ന ഒരു രീതിയില്ല. അതുപോലെ തന്നെ മാത്സിൻ്റെയും സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയും ചോദ്യങ്ങൾ നിങ്ങളുടെ ഒരു +2 ലെവലിലുള്ള ഒരു സംഭവമായിരിക്കും. അതേസമയം ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വിഭാഗത്തിൽ ക്വാണ്ടിറ്റേറ്റീവ് നോളജ് അളക്കുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം നിങ്ങളുടെ ഒരു ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസുമായിരിക്കും. അപ്പോൾ പ്രത്യേകം മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് പോലുള്ള കാര്യങ്ങൾ ഒരു +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ യഥാർത്ഥത്തിൽ 22 വരെ അപേക്ഷിക്കാം. മെയ് 22, ഏപ്രിൽ അല്ല കേട്ടോ, മെയ് 22 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മെയ് മാസം 2025 മെയ് മാസം 22-ാം തീയതി വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഫീസ് അടയ്ക്കാനുള്ള ദിവസം മെയ് 20 2025 മെയ് 20-ാം തീയതിക്കുള്ളിൽ ഫീസ് അടച്ചിരിക്കണം. മെയ് 22-ാം തീയതി വരെ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ കയറിയാണ് MCA എൻട്രൻസിന് വേണ്ടിയുള്ള LBS സെൻറ്ററിൻ്റെ വെബ്സൈറ്റിൽ MCA എൻട്രൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്. അതിൽ കയറി അപ്ലൈ ചെയ്യുക. അപ്പോൾ LBS സെൻറ്ററിൻ്റെ അപ്ലൈ ചെയ്യേണ്ട ആ ഒരു പോർട്ടൽ ഏതാണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതിൽ കയറി MCA എൻട്രൻസിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ പൂർത്തിയാക്കുക. ഫീസ് അടയ്ക്കേണ്ടത് മെയ് 20-നാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കണമേ. കാരണം പലരും 22 ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് കൊണ്ട് അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കും, നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റാതെ വരും. അപ്പോൾ മെയ് 20-നുള്ളിൽ ഫീസ് അടയ്ക്കുന്നു. അതിനുശേഷം മെയ് 22-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലിരുത്തുക, ഒന്ന് ഓർമ്മയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളൊരു PG നോക്കുന്ന ആളാണെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസിൽ ഒരു PG ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ തന്നെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കോഴ്സാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് അഥവാ MCA. ഒട്ടനവധി കോളേജുകൾ ഈ മേഖലയിൽ നല്ല പ്രോഗ്രാംസ് നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് ഈ മേഖലയിൽ ഓട്ടോണമസ് കോളേജുകളുണ്ട്, അതായത് സ്വയംഭരണ അവകാശമുള്ള കോളേജുകളുണ്ട്. അവിടെയുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ 2 വർഷം എന്ന് പറയുന്ന സമയം കൃത്യം 2 വർഷത്തിനുള്ളിൽ തന്നെ അതിൽ ക്രോസ് ചെയ്ത് പോകാതെ തന്നെ നിങ്ങൾക്ക് ഈ കോഴ്സ് തീർന്ന് റിസൾട്ട് വരെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 1.5 വർഷം കൊണ്ട് തന്നെ ഫുൾ കോഴ്സ് തീർന്ന് പിന്നെ പ്രോജക്റ്റും ഒക്കെ ആയി കൃത്യം 2 വർഷം കൊണ്ട് തന്നെ ഓട്ടോണമസ് കോളേജുകളിലാണെങ്കിൽ തീർക്കാൻ പറ്റും. അതുമാത്രമല്ല, പല ഓട്ടോണമസ് കോളേജുകൾക്കും അവരുടെ തന്നെ സിലബസ് അവർക്ക് നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ ട്രെൻഡി ആയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലൊക്കെ ഏറ്റവും പുതിയ സിലബസിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജികളെക്കുറിച്ചൊക്കെ അവർ ആ സിലബസിൽ ഉൾപ്പെടുത്താറുമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് ഓട്ടോണമസ് കോളേജുകളിൽ ചെയ്യുന്നതാണ് MCA പ്രോഗ്രാമിനെ സംബന്ധിച്ച് നല്ലത്. അപ്പോൾ എനിവേ, എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള തൊഴിലവസരങ്ങളുമായി ബന്ധപ്പെട്ടതും എഡ്യൂക്കേഷണൽ അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ടതും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി അപ്ഗ്രേഡുമായി ബന്ധപ്പെട്ട വീഡിയോസ് ദിവസവും ചെയ്യാറുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയത്തിലുള്ള ഒരാൾക്ക് ഇതൊരു ഉപകാരമായേക്കാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒട്ടും മടിക്കണ്ട, ഈ വീഡിയോ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആ കാര്യം ചോദിക്കാം. ഉറപ്പായി ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ and wish you all the best.